അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയേറെ ഉപദേശിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം അയാളെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന സാറുമാരൊന്നും രംഗത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ അവർക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ ആ സൈബർ ആക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിലൊന്നും ഞങ്ങളല്ല എന്ന് വരുത്താനായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഈ സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ റഹീസ്? ന്യായമായും അങ്ങനെയും സംശയിക്കാമല്ലോ. ഗ്രൂപ്പ് ഏതാണ് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരുപറ്റം മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് തടയാനാണ്. കോൺഗ്രസിന്റെ ഉള്ളിലെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വ്യാജ വാർത്തകൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, ആഭ്യന്തരമന്ത്രിയോട് കേസെടുത്ത് അന്വേഷിച്ചോട്ടെ എന്ന്. എന്തേലും വ്യാജവാർത്ത കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി നടപടിയെടുക്കാതെ അന്വേഷിച്ചിട്ട് കോടതിയടക്കം വിധി കൽപ്പിച്ചതിനു ശേഷം പ്രതികരിക്കുക. ഇനിയും വരും വ്യാജവാർത്തകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം അടുത്ത തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കുക എന്ന് മാത്രമാണ്. അതിനു പുറത്ത് എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത്. സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക. കോൺഗ്രസ് അധികാരത്തിൽ വരുക.